അങ്ങനെ ഞങ്ങൾ സെറ്റിലായി കഴിഞ്ഞപ്പോഴേക്കും ഗൈസ് ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊണ്ടുവന്നു. സോ അതാ മഹേഷ് കഴിച്ചോളൂ. വേണ്ട, അത്രയ്ക്കൊന്നും വേണ്ട. എന്നാടാ വെൽക്കം ഡ്രിങ്ക്. ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. നമ്മൾ ടേസ്റ്റ് ചെയ്യും. മോരും വെള്ളം. അങ്ങനെ ഞാൻ അടുത്ത ടയറൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ വേറെ ആക്ടിവിറ്റീസ് ഏരിയയിലോട്ട് പോവുകയാണ്. സോ ദിസ് ഇസ് മൈ ടയർ. അങ്ങനെ ഞങ്ങൾ ഇവിടെ കിഡ്സ് പ്ലേ ഏരിയയിലും സ്വിമ്മിംഗ് പൂളും അവിടെയൊക്കെ ആ സൈഡിലാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങളുടെ മാനസ 3ൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് കളിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പം ശ്രുതിയും ഹസ്ബൻഡ് ഓൾറെഡി അവിടെ ഇരുന്ന് കളിക്കുകയാണ്. അപ്പം ഞങ്ങൾ ആ ഏരിയയിലേക്ക് പോവാണ്. സോ ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന മാനസ 3. സോ ഇവിടുന്ന് ബാക്ക് സൈഡിലാണ് ആ പ്ലേ ഏരിയ ഉള്ളത്. അപ്പം ഞങ്ങളങ്ങനെ പോയിട്ട് അവിടെ ശ്രുതിയും കുട്ടിയും കളിക്കുകയാണ്. സോ അവിടെ ഒരു ബോൾ വന്നിട്ടൊരു പോളിൽ ടൈ ചെയ്തിട്ട് അതവർ പ്ലേ ചെയ്യുന്നുണ്ട്. ഓൾറെഡി കുഞ്ഞൻ അവിടെ കളിക്കാൻ തുടങ്ങി. ആൻഡ് യു ക്യാൻ ഫൈൻഡ് സോ മെനി. ക്രിക്കറ്റ് കളിക്കാം, ഷട്ടിൽ കളിക്കാം, പിന്നെ അമ്പും വില്ലും ഒക്കെ ഉണ്ട്. ഐ മീൻ ആർച്ചറി, അതൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞനെ ഇങ്ങനെ ബോൾ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ ബോളും ഉണ്ട്. സോ ഫുട്ബോളും കളിക്കാം. സോ ഓൾ ആക്ടിവിറ്റീസ് ഈ ഒരു സ്പേസിൽ കളിക്കാവുന്നതാണ്. അങ്ങനെ പിന്നെ കുട്ടികൾ തമ്മിൽ അത് കുരുങ്ങിപ്പോയിരിക്കുകയാണ്. സോ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ശരി എന്നാൽ ഞങ്ങൾ ഷട്ടിലൊക്കെ കുറേ വർഷങ്ങളായി ഞാൻ കളിച്ചിട്ട്. അവസാനം അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി താഴെ ഇടും, പിന്നെ അതെടുക്കുക, വീണ്ടും തട്ട്. ഇതായിരുന്നു ഞങ്ങളുടെ ആക്ടിവിറ്റി. അല്ലാതെ ഒരു ഫുൾ ഫ്ലെഡ്ജായിട്ടൊരു കളിയില്ലായിരുന്നു. അവസാനം അത് കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഞാനത് തട്ടി ഒരു മരത്തിൻ്റെ മുകളിലേക്ക് ആ കോക്ക് വിട്ടു. പിന്നെ അത് കഴിഞ്ഞ് അവസാനം അതെല്ലാം കൂടെ കുലുക്കിയാണ് അത് താഴെ വീണത്. അപ്പോഴേക്കും ഞങ്ങൾക്ക് കളിക്കാനുള്ള മൂടൊക്കെ പോയി. ഇത് തന്നെ ശരണം, താഴെ വീഴുക, എടുക്കുക. അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരാളെ നിർത്തേണ്ടി വരുന്നു. പിന്നെ ആ ഒരു ജോഷിൽ കളിച്ച് വന്നപ്പോഴാണ് അത് മുകളിലേക്ക് പോയത്. പിന്നെ എങ്ങനെയൊക്കെയോ താഴെ ഇട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ശരി ഇത് മതിയാക്കി. പിന്നെ കുഞ്ഞനും അച്ചും കൂടെ ആർച്ചറി പ്രാക്ടീസ് ചെയ്യാണ്. സോ ബോ ആൻഡ് ആറോ അവൻ ആദ്യമായിട്ടാണ്. സോ ഈസ് ട്രൈയിങ്. പക്ഷേ അവിടെ ഒന്നും പോയി വീണില്ല, എന്നാലും അതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് അവിടെ ഇതിന് ഗസ് എന്നാണ് കന്നഡയിൽ പറയുന്നത്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഇംഗ്ലീഷിൽ ഇതെന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടൂ. അത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിച്ച് ഞാൻ അങ്ങനെ അവിടുത്തെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നടക്കുകയായിരുന്നു. ഇവിടെ കുട്ടികൾക്ക് നല്ല പ്ലേ ഏരിയ ആണ്. സോ അവർക്കൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ കളിക്കാം. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഒരു പൊല്യൂഷനും ഇല്ല. സോ ഞങ്ങൾക്കൊക്കെ ഒരു വെക്കേഷൻ, അതായത് ജസ്റ്റ് 1 ഡേ സ്റ്റേ ഒക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ യു ക്യാൻ കം ഹിയർ. സോ നൈസ്. ഓ മൈ ഗോഡ്, ഇപ്പം എൻ്റെ മേത്തോട്ട് വീഴേണ്ടതായിരുന്നു. അങ്ങനെ കുഞ്ഞനും എറിഞ്ഞു, പക്ഷേ പാവം അത് അവിടെ തന്നെ വീണു. പിന്നെ ഇവിടെ നമുക്ക് കുറേ ഹാങ്ങിങ്സൊക്കെ കാണാം. ഇത് നൈറ്റ് ടൈമിൽ സൂപ്പറായിരിക്കും ഈ ഏരിയ. അങ്ങനെ പിന്നെ ഞങ്ങളതെല്ലാം കളിച്ചിട്ട് നമ്മളിനി അടുത്തൊരു ഏരിയ ഞാൻ കാണിച്ചു തരാം. ഇറ്റ്സ് ലൈക്ക് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു റെസ്റ്റോറൻറ്റ് ടൈപ്പാണ്. സോ ഇവിടെ വന്ന ആൾക്കാർ ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ റൂമിലേക്ക് അവർ കൊണ്ടുതരും കേട്ടോ. ആ ഒരു ഫെസിലിറ്റി ഉണ്ട്. അവർ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങൾ അവർ ആ മെനു നോക്കി ഓർഡർ ചെയ്താൽ മതി. അപ്പം ഞങ്ങൾ ആ സ്വിമ്മിംഗ് പൂൾ ഏരിയ, ദിസ് ഇസ് കോമൺ ഫോർ എവറിബഡി. സോ ഈ ഒരു പൂൾ ഏരിയൻ്റെ ജസ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു പ്ലേ ഏരിയ. അതിനകത്ത് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. സോ അവിടെ നമുക്കൊരു ഊഞ്ഞാൽ പോലെ കാണാം. പിന്നെ ഇവൻ ഇങ്ങനെ ഐ ഡോണ്ട് നോ ദി നെയിം ഓഫ് ഇറ്റ്, ഇങ്ങനെ ഒരു റോപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കളിക്കാവുന്നതുണ്ട്. ശ്രുതിയും ഹസ്ബൻഡും അവിടെ ഭയങ്കര പോസിങ്. ആൾക്ക് പ്രൊഫൈൽ പിക്കൊക്കെ വേണമെന്ന് പറഞ്ഞു. സോ അതിൻ്റെ പോസിങ്ങിലാണ് ആൾക്കാർ.
സോ ചിക്കു അവിടെ കുറേ സാഹസങ്ങൾ കാണിക്കുന്നുണ്ട്. മഹേഷ് ചേട്ടൻ എന്നതായി കാണിക്കുന്നത്, വലിഞ്ഞു കയറുന്നുണ്ട്. ഓക്കെ ഓക്കെ. അവിടെ ആണെങ്കിൽ ഇങ്ങനെ ഒരു മരത്തിൻ്റെ ഇതാണ്. സോ അവിടെ ഓരോ ചെറിയ ചെറിയ ഗ്യാപ്പ്. അപ്പോൾ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, അവരുടെ കാല് അതിൻ്റെ ഇടയിലോട്ട് വീഴാൻ പാടില്ല. അങ്ങനെ മഹേഷ് ചേട്ടൻ ഇങ്ങനെ വലിഞ്ഞ് കയറുന്നുണ്ട്. ഓക്കെ, ബട്ട് ഇറ്റ് വാസ് വെരി നൈസ്. ഞാൻ പറഞ്ഞ ആ ഗസ്കസ് ഉണ്ടല്ലോ, ആ മരമാണ് അവിടെ ഫുൾ കംപ്ലീറ്റ് ഉള്ളത് ആ ഒരു ഭാഗത്ത്. സോ കുഞ്ഞനും അച്ചും കയറിയിട്ടുണ്ട്. ആൻഡ് മഹേഷ് ചേട്ടന് അത് ഇഷ്ടപ്പെട്ട ഒരു പോസ് തന്നിട്ടുണ്ട്, ഒരു പിക്ക് എടുക്കാൻ. ഇതാരത്? കൊള്ളാലോ. ഇതല്ലേ ആ മാടമ്പള്ളിയിലെ മനോരോഗി? കൊള്ളാം. കുട്ടിയാട്ടാ, അത് അവളിരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ നൈസ്. അങ്ങനെ അവിടെ നോക്കുമ്പോൾ കുട്ടികൾ അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞു. അവരും അവിടെ നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പം എനിക്കും അവിടെ പോകണമെന്നുണ്ട്. അപ്പം ഞാനും അവിടേക്ക് പോയി. ആൻഡ് ഫ്രം ദയർ ഇഫ് യു സീ, അടിപൊളി ഒരു വ്യൂ ആണ്. ആ പൂൾ ഏരിയയും ആ ഡോം, പിന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റും അതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. സോ ഇറ്റ്സ് നൈസ്. നല്ല രസമുണ്ട്. ഒരു നാട് പോലെ ഒരു നേറ്റീവ് ഫീലാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താഴെ നോക്കുമ്പോൾ അവിടെ എന്താണ് അവർ രണ്ടുപേരും കാണിക്കുന്നത് മനസ്സിലാവുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി കളിക്കുന്നു. എന്താണ് ഈ കാണിക്കുന്നത്? ഈ കളി ഇങ്ങനെയാണെന്ന് തോന്നുന്നു. അയ്യോ എൻ്റെ അമ്മേ. അങ്ങനെ നോക്കുന്നത് വലിച്ച് താഴെ ഇടുന്ന് കഷ്ടപ്പെട്ട് കയറിയിട്ട്. എനിവേ ഗൈസ്, നിങ്ങൾ വരുമ്പോഴും ഇതൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി കളിക്കുക. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു വ്യൂ ഉണ്ട്. അതായത് നമ്മൾ പാർക്കിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പം യു ക്യാൻ സീ സം ഗ്രീനറി. ആ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. അവിടെ ഫുൾ ബേർഡ് വാച്ചിങ് ഒക്കെയാണ് ഉള്ളത്. പിന്നെ ഇവിടെ വന്നിട്ട് റോയൽ മാനസയുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പ്രൈസ് കൂടിയിട്ടുള്ള ഡോമാണ് ഇവിടെ ഉള്ളത്. സോ ഈ ഏരിയയിലും വളരെ രസമുണ്ട്. നമുക്ക് ഇതൊക്കെ കാണാം, മാംഗോ ട്രീ, അങ്ങനെ ഒരുപാട് ഇത് വളർന്നിട്ടുണ്ട്. അപ്പം നേരെ നമ്മൾ അങ്ങോട്ട് പോകുമ്പം കുറച്ച് ഇത് കാണാം. അതായത് മറ്റേ എന്താ പറയുക, അവിടെയൊക്കെ എന്താ പറയുക, ലേക്ക് പോലെയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഇപ്പം വാട്ടറൊന്നുമില്ല, കുറച്ച് ഡ്രൈ ആയിട്ടാണുള്ളത് ആ ഒരു ഗേറ്റിൻ്റെ അപ്പുറത്ത്. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്കൊന്ന് കോമൺ ആയിട്ട് ഇരിക്കാനുള്ള സംഭവം, പിന്നെ അവിടെ ഒരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യാം, അതും ഒരു കോമൺ ഏരിയയിലാണ്. അല്ലാതെ തന്നെ മാനസ നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ ഡോമിൻ്റെ അടുത്തും നമുക്കൊരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവരിവിടെ വന്ന് നിൽക്കാം. ഞാൻ പറഞ്ഞതാണ്. സോ ഇങ്ങനൊരു വ്യൂ. എനിക്കൊന്ന് ഇവിടെയൊക്കെ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യേണ്ട സംഭവമാണ് ഈ ഒരു ഏരിയ. പക്ഷേ ഇപ്പോൾ അവിടെ നിന്നും ഒരിച്ചിരി വെള്ളം മാത്രമേ അവിടെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എനിക്കൊന്ന് ടീമായിട്ടൊക്കെ വരത്തില്ല, വല്ല ഓഫീസിൽ നിന്നൊക്കെ വരുമ്പം അവർ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാനൊക്കെയാണ് ഈ ഒരു ഏരിയ യൂസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ദൂരെ നിന്ന് കണ്ടു, കുട്ടികളെ കൊണ്ടൊക്കെ അങ്ങോട്ട് പോകാൻ വയ്യ. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പിന്നെ ആ ഒരു സൈഡിൽ പോയിട്ട് കുറേ റീൽസൊക്കെ എടുത്തു. അങ്ങനെ അവിടെ ഞങ്ങൾ എൻജോയ് ചെയ്തു. വീണ്ടും ഞങ്ങൾ ആ പഴയ ഏരിയയിലേക്ക് വന്ന്, ശ്രുതി ഭയങ്കര ഡാൻസൊക്കെയാണ്, അവളുടെ ഉള്ളിലെ കലയൊക്കെ ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ചിക്കുവിൻ്റെ കൂടെ അവൻ വെള്ളം അടിക്കുന്നു, അവൾ എന്താ സ്റ്റെപ്പ്, ഇതൊന്നും കൂടെ ഒന്ന് കാണിച്ചു തന്നിരുന്നു. അയ്യോ കാലൊക്കെ പൊക്കി ചവിട്ടുക. എനിവേ നെക്സ്റ്റ് നമ്മൾ ഞങ്ങളുടെ ഇൻഡിവിജ്വൽ പൂൾ നമ്മൾ നിറയ്ക്കുകയാണ്. സോ അടുത്ത് നമ്മൾ കടക്കാൻ പോകുന്നത് ഒരു സ്വിമ്മിംഗ് പൂൾ ഏരിയയിലേക്കാണ്. സോ ഇനി അടുത്ത വ്ളോഗിൽ ഞാൻ ഞങ്ങളുടെ വാട്ടർ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ബൈ.